ഈ ഒരു ടേസ്റ്റി നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. 2 കപ്പ് പച്ചരി ഞാൻ 1 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നന്നായി ഡ്രൈ ആയതിനു ശേഷം പൊടിച്ചെടുത്തതാണിത്. ഓവറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിമ്പോടെയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ചിലരൊക്കെ 4 മണിക്കൂറൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ ആകെ 1 മണിക്കൂറേ വെച്ചിരുന്നുള്ളൂ, കാരണം അത്രേ ടൈം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. 1 കപ്പ് മൈദ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൈദ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അപ്പം കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല നാടൻ അപ്പമാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ട്രഡീഷണലായിട്ട് പണ്ടേ കണ്ടുവരുന്നതാണ് നെയ്യപ്പം. അത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും അതൊന്ന് എത്തിക്കോളും. ചിലർ പഴമൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടാറുണ്ട്. ഇനി 3-4 ഏലക്ക കൂടി നമുക്ക് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം. തൊലിയൊന്നും കളയണമെന്നില്ല, മടി കാരണം ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1/2 കിലോ വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതാണ്. ഇനി നമുക്കിത് ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം അരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഡാർക്ക് കളർ വെള്ളം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തിന് കുറച്ചുകൂടി കളർ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ ഒരു അപ്പം ആദ്യം ട്രൈ ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം ഇത് എല്ലാം സെറ്റ് ചെയ്ത് വന്നതിന് ശേഷം കിട്ടാതെ ആവുമ്പോൾ, പറ്റിപ്പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇത് അങ്ങനെ ട്രൈ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എള്ളു കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചരി കുതിർത്ത് വെച്ച് പൊടിച്ചെടുത്തിട്ട് ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഞാൻ അധികം കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിപ്പൊടി കൊണ്ടാണ്, വറുത്ത പച്ചരിപ്പൊടി കൊണ്ടാണ് ഇതുപോലെ അപ്പം കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. പക്ഷേ ഇതും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മളപ്പം കുറച്ചൊരു സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങക്കൊത്ത് ഇതുപോലെ ഗീയിലാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്പത്തിന് ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങക്കൊത്താണ് ഇതിലെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. പശു നെയ്യിലും കൂടി അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലൂസാവുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. കുറച്ച് ടൈറ്റായിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് വെള്ളം ചേർക്കരുത്, പിന്നെ അത് പറ്റിപ്പിടിച്ച് നമുക്ക് കിട്ടില്ല. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർ ഇതിൽ ജീരകമൊക്കെ ഇട്ട് ചെയ്യാറുണ്ട് ഈ ഒരു അപ്പത്തിൽ. പക്ഷെ ഞങ്ങൾ ജീരകം ഇടാറില്ല. അതത്ര എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇടാറില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് തയ്യാറാക്കി എടുക്കുന്നത്. ഓവറായിട്ട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിൻ്റെ ഉള്ളിൽ വേവാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതുപോലെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ കാര്യമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പറ്റാതെ നന്നായിട്ട് കിട്ടും. ഇനി എണ്ണ ചൂടായതിലേക്ക് നമ്മൾ ഇതുപോലെ ഓരോ കുഴിയിലും നിറച്ചൊഴിക്കേണ്ട, ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ മാവ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ഓരോ തവി വെച്ച് ഒഴിക്കുന്നതിലും നല്ലത് ഒരു വലിയ ഗ്ലാസ്സിൽ ഇതുപോലെ ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഞാൻ എല്ലായിടത്തും ഒഴിച്ചെടുത്തിട്ടുണ്ട്. വലിയ അപ്പം ഉണ്ടാക്കുന്നതിലൊക്കെ നല്ലത് ഇതുപോലെ ചെറിയ കുഴിയിൽ ഒഴിക്കുന്നതാണ് എനിക്കിഷ്ടം. കാണാനും നല്ല രസമായിരിക്കും, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്.
നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഉണ്ടാക്കി വരുമ്പോൾ തന്നെ കഴിക്കാൻ ഇങ്ങനെ കൊതി വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ കെയർഫുള്ളായിട്ട് മറിച്ചെടുക്കുക. നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സെൻറ്ററിലുള്ളതൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ലൊരു സോഫ്റ്റാണ്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ശരിക്കും വന്നിട്ടില്ല എൻ്റെത്. പിന്നീട് ഉണ്ടാക്കിയതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നോക്കിയേ, നല്ല ഒരു സോഫ്റ്റ്നെസ് ഉള്ള ഒരു അപ്പാണിത്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ.